ഭൂമിയിലെ മനുഷ്യന്റെ ജീവിത ശൃംഖലയിൽ പ്രകൃതിയും അവിടുത്തെ ജീവജാലങ്ങളും പ്രധാനപ്പെട്ടവയാണ്. ചുറ്റുമുള്ള പ്രകൃതിയുടെ മടിത്തട്ടിൽ അതിനോട് ഇണങ്ങിയും പിണങ്ങിയും ചില അവസരങ്ങളിൽ മത്സരിച്ചും ഒപ്പം സഞ്ചരിച്ചുമാണ് മനുഷ്യകുലത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണം. ഒരു നാടിൻ്റെ സംസ്കാരം രൂപപ്പെടുന്നത് പ്രകൃതിയും അവിടുത്തെ ജീവജാലങ്ങളുമായി മനുഷ്യൻ്റെ ഇഴുകിച്ചേരലിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ഭാരതത്തിലും ഈ നാടിൻ്റെ തനതായ സംസ്കാരത്തിലും മനുഷ്യനും പ്രകൃതിയും ജീവജാലങ്ങളും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു. അത്തരം ബന്ധപ്പെടലിൻ്റെ വിവിധങ്ങളായ സാംസ്കാരിക തലങ്ങൾ ഇവിടെ കേരളക്കരയിലും നമുക്ക് അനുഭവേദ്യമാണ്. കരയിലെ ഏറ്റവും വലിയ ജീവിയായ ആന നമ്മുടെ സാംസ്കാരിക പ്രവർത്തന ഇടങ്ങളിലും ആഘോഷവേളകളിലും ആചാരം വിശ്വാസ പ്രമാണങ്ങളിലും എത്രത്തോളം ഇഴചേർന്നു നിൽക്കുന്നു എന്നതിന് ഒരുപിടി ഉദാഹരണങ്ങൾ മലയാളിക്ക് കന്യമല്ല. ആ ഇഴചേരലിൻ്റെ സവിശേഷമായ ഒരു ഉദാഹരണമാണ് കേരളക്കരയിലെ ഒരു കൊച്ചു ഗ്രാമത്തിൽ 100-ൽ പരം സഹ്യന്റെ മക്കളായ ഗജവീരന്മാരെ തങ്ങളുടെ ഇഷ്ടദേവന്റെ മുന്നിൽ അണിയിച്ചൊരുക്കി ഒരു പ്രദേശത്തെ മുഴുവൻ ജനങ്ങളും ജാതിമത വർണ്ണ വ്യത്യാസമില്ലാതെ നെഞ്ചേറ്റുന്ന ഒരു മഹാ ആഘോഷം ആനയടി ഗജമേള. ആനയടി എന്ന കൊച്ചു ഗ്രാമത്തിൻ്റെ പേരിൽ തന്നെ ഗജമേളയുടെ ചരിത്രം അന്തർലീനമായി കിടക്കുന്നത് കാണാം. ആനയടി എന്ന ഗ്രാമത്തിലെ ക്ഷേത്രോത്സവം ഗ്രാമവാസികളുടെ ദേശീയ ഉത്സവത്തിന് അപ്പുറം ഒരു സാംസ്കാരിക പാരമ്പര്യത്തിൻ്റെ തനിയാവർത്തനം കൂടിയാണ്. ആനയടി ഗജമേളയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ കരയിലെ വിവിധ സമിതികളിലെ ചെറുപ്പക്കാരുടെ കൂട്ടായ്മയാണ്. ഓരോ സമിതിയിലും 200-ലധികം വരുന്ന യുവാക്കളുടെ കൂട്ടായ്മയിൽ ഏറ്റവും തലയെടുപ്പുള്ള ആനകളെയും ഏറ്റവും പേരുകേട്ട ആനകളെയും അവർ എഴുന്നള്ളിക്കുന്നു. അതിനോടൊപ്പം തന്നെ വലിയ വലിയ മേള സമിതികളും അവരുടെ കൂടെ കൂടുന്നു. പഞ്ചാരി മേളം തുടങ്ങി ഒട്ടനവധി മേളക്കാരോടുകൂടിയാണ് ഈ ജംഗ്ഷനുകളിൽ ഓരോ ജംഗ്ഷനുകളിലും അവരുടെ ആ പ്രാതിനിധ്യം ഉറപ്പിക്കുന്നു. ഇതുതന്നെ ഒരു വലിയ കാഴ്ചയാണ്. വിദേശികളായ ആനപ്രേമികൾ ഈ കാഴ്ചകൾ കാണുവാൻ ഓരോ ജംഗ്ഷനിലും തടിച്ചുകൂടുന്നു. അന്നേ ദിവസം ആനയടിക്കരയാകെ ഒരു ജനസമുദ്രമാണ്. മനുഷ്യനും ആനയും തമ്മിലുള്ള പ്രകൃതി ബന്ധത്തിൻ്റെ വർത്തമാനകാല ദൃശ്യാവിഷ്കരണം കൂടിയാണ് ആനയടി തമ്പുരാൻ ക്ഷേത്രോത്സവവും ആനയടി ഗജമേളയും. മകരമാസത്തിലെ തിരുവോണ നാളിലാണ് ഉത്സവം നടക്കുന്നത്. ഉത്സവ നാളുകളിൽ ആനയടി ഗ്രാമത്തിലെ ചെറുതും വലുതുമായ വഴികളും കവലകളും ആനകളെ അണിയിച്ചൊരുക്കുന്ന തിരക്കേറിയ ഇടങ്ങളായി മാറുന്നു. ഓരോ ഭാഗങ്ങളിലുമുള്ള ചുറ്റുവട്ടത്ത് ചെറുപ്പക്കാർ അടക്കമുള്ള ജനങ്ങൾ അത്യാഘോഷപൂർവ്വം തങ്ങളുടെ പ്രദേശത്തെ ആനയുമായി ആനയ്ക്കൊപ്പം തലയെടുപ്പോടെ ആനയടി തമ്പുരാൻ്റെ മുന്നിലേക്ക്. അങ്ങനെ അവിടെ ഒന്നല്ല രണ്ടല്ല 100-ൽ പരം ഗജവീരന്മാർ അണിനിരക്കുമ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഗജമേളകളിൽ ഒന്നായി ആനയടി ഗജമേള മാറുന്നു. ആനയടി ഗ്രാമത്തിൻ്റെ വിശ്വതമ്പുരാനായ ആനയടി തമ്പുരാൻ എന്ന വിശ്വാസത്തിന് മുന്നിൽ ദേശത്തിൻ്റെ സർവ്വരും ജാതിമത വിശ്വാസത്തിന് അതീതമായി സർവ്വവിധ സമർപ്പിതരായി ഒത്തുകൂടുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ഗജമേളകളിൽ ഒന്നായ ആനയടി ഗജമേള നടക്കുന്നത് ഇവിടെ കൊല്ലം ജില്ലയിലെ ആനയടി എന്ന ഗ്രാമത്തിലാണ്. ആനയടി ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം നൂറ്റാണ്ടുകളുടെ പാരമ്പര്യം അവകാശപ്പെടാവുന്നൊരു ക്ഷേത്രം തന്നെയാണ്. ഭഗവാന്റെ ഒരു രൂപമായിട്ട് തന്നെയാണ് ഈ ആനയടിയിൽ ആനയെഴുന്നള്ളത്ത് നടക്കുന്നത്. അത് സാധാരണ എല്ലാ ക്ഷേത്രങ്ങളിലും നടക്കുന്നവർക്ക് 10 ദിവസമായിട്ട് ഉത്സവം കൊടിയേറി ആറാട്ടോടുകൂടി സമാപിക്കുന്നു. ദേശത്തിൻ്റെ മുഴുവൻ പങ്കാളിത്തത്തോടുകൂടിയാണ് അത് ചെയ്യാറുള്ളത്.
തിരുവനന്തപുരം നഗരത്തിൽ നിന്നും 95 കിലോമീറ്റർ അകലെയാണ് ആനയടി തമ്പുരാൻ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. തിരുവനന്തപുരം കൊല്ലം ദേശീയപാതയിൽ കൊട്ടിയത്ത് നിന്ന് വലത്തോട്ട് തിരിഞ്ഞ് 35 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ആനയടി ഗ്രാമത്തിൽ എത്താം. ഒരു ഗ്രാമത്തിൻ്റെ എല്ലാ ചാരുതയും ചടുലതയും ഒപ്പിയെടുത്ത് ആവാഹിച്ച ഒരു സുന്ദര ഗ്രാമം. ഗ്രാമീണ അന്തരീക്ഷത്തിൻ്റെ തനിമ വിളിച്ചോതുന്ന ഗ്രാമം. ആനയടി ഗജമേളയ്ക്ക് ലോക ടൂറിസം പട്ടികയിൽ ഇപ്പോഴും ഇടം കിട്ടിയിട്ടില്ല. തീർച്ചയായും ആ ഒരിടം ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. പതിനായിരങ്ങളാണ് വിശിഷ്യ തെക്കൻ കേരളത്തിൽ നിന്ന് ആനയടി ഗജമേള കാണാൻ എത്തുന്നത്. പത്താവുത്സവ ദിവസം ആനയടിയിലെ വിവിധ സമിതികളും ഉദ്ദിഷ്ടകാര്യം സാധിച്ച ഭക്തജനങ്ങളുമാണ് നൂറുകണക്കിന് ആനകളെ ഗജമേളയ്ക്ക് പങ്കെടുപ്പിക്കുന്നത്. കേരളത്തിലെ മഹാക്ഷേത്രങ്ങളുടെ ഗണത്തിൽപ്പെടുന്നതാണ് ആനയടി പഴയടം ശ്രീ നരസിംഹസ്വാമി ക്ഷേത്രം. മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും ഈ ക്ഷേത്രത്തെ വ്യത്യസ്തമാക്കുന്നത് ഇവിടുത്തെ വൈവിധ്യമാർന്നതും ചിട്ടയോടും കൂടി നടത്തുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും തന്നെയാണ്. ഗജവീരന്മാരെ അണിയിച്ചൊരുക്കുന്നതും അണിനിരത്തുന്നതും കണ്ണിനും കാഴ്ചയ്ക്കും ഏറെ ആനന്ദകരമാണ്. ആനന്ദത്തിൻ്റെ തുടിതാളം മുഴങ്ങുന്ന മനസ്സുമായിട്ടാണ് ജനങ്ങൾ ഇവിടെ ഈ അവസരത്തിൽ ഒത്തുകൂടുന്നത്. നാട്ടാനകളുടെ സംരക്ഷണവും പരിചരണവും ഊട്ടിയുറപ്പിക്കുന്ന നാടാണ് ആനയടി. കേരളത്തിലെ വിവിധ പ്രദേശങ്ങളിൽ നാട്ടാനകൾക്ക് എന്തെങ്കിലും അസുഖബാധയോ മറ്റോ ഉണ്ടായാൽ അവരുടെ ആശ്രയ സങ്കേതമാണ് ആനയടി തമ്പുരാൻ ക്ഷേത്രം. ആനയടി തമ്പുരാൻ മുമ്പാകെ കൊണ്ടുവന്ന് ആനകളെ എഴുന്നള്ളിച്ചാൽ തങ്ങളുടെ നാട്ടാനകളുടെ വ്യാധികൾ തീർന്നു കിട്ടും എന്നാണ് വിശ്വാസം. ആനയടി ക്ഷേത്രത്തിൻ്റെ ഉത്ഭവവും വികാസവുമായി ബന്ധപ്പെട്ട ചില ഐതിഹ്യങ്ങൾ പ്രചാരത്തിലുണ്ട്. ആയതിൻ്റെ ചരിത്രബന്ധം കൂടി ഇവിടെ പരിശോധിക്കുന്നത് ഉചിതമായിരിക്കും. ക്ഷേത്രപ്പഴക്കം 1000 വർഷത്തോളം ഉണ്ടെന്നാണ് ചരിത്രരേഖകളും പഴമക്കാരുടെ മൊഴികളിൽ നിന്നും മനസ്സിലാക്കുന്നത്. ക്ഷേത്രത്തിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് പറയുമ്പോൾ ആനയടി ക്ഷേത്രം ചരിത്രരേഖയുടെയും പഴമക്കാരുടെ അഭിപ്രായത്തിൻ്റെയും അടിസ്ഥാനത്തിൽ വിലയിരുത്തുമ്പോൾ ഏകദേശം 1000 വർഷത്തോളം പഴക്കമുണ്ട് എന്ന് മനസ്സിലാക്കുവാൻ കഴിയും. തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മുറജപത്തിനായി പോയിരുന്ന ബ്രാഹ്മണ ശ്രേഷ്ഠൻ തൻ്റെ യാത്രക്കിടയിൽ ഒരു ദിവസം ആനയടിയിൽ തങ്ങിയതായി പറയപ്പെടുന്നു. അന്ന് ആനയടിയിൽ 2 പ്രബല ബ്രാഹ്മണ കുടുംബങ്ങളുണ്ടായിരുന്നു. നേതൃശ്ശേരി ഭട്ടതിരിപ്പാടും ആറമ്പി പോറ്റിമാരും. ഇതിൽ നേതൃശ്ശേരി ഭട്ടതിരിപ്പാടിൻ്റെ ഇല്ലത്താണ് മുറജപത്തിനായി പോയ ബ്രാഹ്മണ ശ്രേഷ്ഠൻ തങ്ങിയതായി പറയുന്നത്. ഏറെ പുരാതനമായ ക്ഷേത്രമാണ് പഴയടം ശ്രീ നരസിംഹസ്വാമി ക്ഷേത്രം. ലഭ്യമായ ചരിത്ര വസ്തുക്കളുടെയും പഴമക്കാരുടെ ഓർമ്മകളുടെയും നിഗമനത്തിൽ ഇതിൻ്റെ ഉത്ഭവകാലത്തെപ്പറ്റി നമുക്ക് ഏകദേശം അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം എന്ന് പറയുന്നത് പണ്ട് മലബാറിൽ നിന്നും മുറജപത്തിന് പോയ ഒരു ബ്രാഹ്മണ ശ്രേഷ്ഠൻ രാത്രിയിൽ വിശ്രമിക്കുന്നതിന് വേണ്ടി ആനയടി പ്രദേശത്ത് എത്തിച്ചേരുകയും വിശ്രമത്തിന് ശേഷം തൻ്റെ ഉപാസനാ വിഗ്രഹമായ മഹാവിഷ്ണുവിൻ്റെ വിഗ്രഹം എടുക്കുവാൻ സാധിക്കാതെ വരികയും അത് അവിടെ തന്നെ ഉറച്ചിരിക്കുന്നതായി ബോധ്യപ്പെടുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം വിഗ്രഹം അവിടെ പ്രതിഷ്ഠിച്ച് അവിടെ ശാന്തി കഴിച്ചു വരികയാണ്. ഇതാണ് ക്ഷേത്രത്തെ സംബന്ധിച്ചുള്ള ഐതിഹ്യം.
തുടർന്ന് അന്ന് നേതൃശ്ശേരി മഠത്തിൽ തങ്ങുന്ന ബ്രാഹ്മണ ശ്രേഷ്ഠൻ തൻ്റെ കൈവശമുള്ള ഉപാസനാമൂർത്തിയെ അടുത്ത ദിവസം രാവിലെ യാത്ര തുടരുന്നതിനായി എടുക്കുവാൻ നോക്കിയെങ്കിലും കഴിയുന്നില്ല. തുടർന്ന് നേതൃശ്ശേരി മഠത്തിൽ ഉപാസനാമൂർത്തിയായ ചതുർബാഹു വിഷ്ണുവിനെ പ്രതിഷ്ഠിച്ച ശേഷം യാത്രയാവുകയായിരുന്നു. നേതൃശ്ശേരി ഭട്ടതിരിപ്പാടിൻ്റെ നേതൃത്വത്തിൽ പൂജിക്കുന്നു. കാലക്രമേണ ശക്തി പ്രാപിച്ചതിനെ തുടർന്ന് സമീപത്തെ ഉയർന്ന പ്രദേശത്ത് പ്രതിഷ്ഠ മാറ്റി സ്ഥാപിക്കുന്നു. ഇതാണ് ആനേടി ക്ഷേത്രത്തിൻ്റെ ആദ്യകാല ചരിത്രം. ആദിമകാലത്ത് ചെമ്പ് മേഞ്ചിരുന്നു എന്ന് തന്നെ പറയുന്നുണ്ട്. അതിനുശേഷം അത് ക്ഷേത്രത്തിന് കുറേ നാശങ്ങളുണ്ടാവുകയും പിന്നീട് അത് നവീകരിച്ചാണ് ഓട് ഒക്കെ വന്നതുകൊണ്ട് ആ ബിംബത്തിൻ്റെ ഒരു പ്രത്യേകത ആണ് ആ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അതായത് അഞ്ജനശിലയിലുള്ള ബിംബമായിരുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ആ ബിംബം ഒരിക്കലും മാറ്റരുത്, അത് സൂക്ഷിക്കപ്പെടണം എന്നാണ്. പക്ഷേ കാലക്രമത്തിൽ അതിന് തേയ്മാനം വന്നുകൊണ്ട് അതിൻ്റെ കൈകാലുകൾക്കൊക്കെ ചെറിയ അംഗഭംഗം വന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മളത് അടുത്ത ഒരു 10-12 വർഷമേ ആയുള്ളൂ അത് ഗോളക എന്ന് പറഞ്ഞ ഓടിൻ്റെ ഒരു കൂട്ട് ചേർത്ത് സംരക്ഷിച്ച് കലശങ്ങളൊക്കെ കഴിച്ച് പുനഃപ്രതിഷ്ഠ നടത്തുകയാണ്. ആ ബിംബത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ആനേടിയിലെ നരസിംഹമൂർത്തി ഉഗ്രമൂർത്തിയായിട്ടാണ് കണക്കാക്കുന്നത്. പക്ഷേ ആനേടിയിലെ ഉഗ്രമൂർത്തിക്ക് ചെറിയൊരു വ്യത്യാസമുണ്ട്. ഹിരണ്യകശിപുവിനെ വധിച്ചതിന് ശേഷം ഈ ഭീകരരൂപം കണ്ട് ഈ പ്രഹ്ലാദൻ ഭയന്ന് നിൽക്കുകയാണ്. അപ്പോൾ ആ പ്രഹ്ലാദനെ സമാശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ ഒന്ന് ശാന്തനായി എന്നാണ് പറയാം. ആ രൂപത്തിലാണ് ആനേടി നരസിംഹമൂർത്തി എന്നാണ് പറയാം. അതുകൊണ്ടാണ് അത് ചതുർബാഹു ഒരു ചെറിയ ഒരു ചിരിയോടുകൂടി ബിംബം നിലനിൽക്കുന്നത്. ഇപ്പോഴാണെങ്കിൽ ആ ഗോളക വാർത്തപ്പോഴും നമ്മളത് പ്രത്യേകം പറഞ്ഞിരുന്നു. ഒരു ചെറിയൊരു പുഞ്ചിരിയുണ്ട്. അത് ഭഗവാന് ഇപ്പോഴും നമ്മൾ നിലനിർത്തിയിട്ടുണ്ട്. കാലക്രമേണ രൗദ്രഭാവത്തിലാകുന്ന നരസിംഹമൂർത്തിയെ ശാന്തനാക്കുവാൻ വേണ്ടി അന്ന് ജ്യോതിഷികളുടെ അഭിപ്രായത്തിൽ പ്രശ്നം വച്ച് അഭിപ്രായം കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ആനേടി ക്ഷേത്രത്തിന് അഭിമുഖമായി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം സ്ഥാപിക്കുവാൻ തീരുമാനിച്ചു. ആനേടി നരസിംഹമൂർത്തി ക്ഷേത്രം പഴയിട ക്ഷേത്രം എന്നും പുതുതായിട്ട് സ്ഥാപിച്ച ക്ഷേത്രത്തെ പുതിയയിടം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം എന്നും വിളിക്കുന്നു. ഈ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ട ഐതിഹ്യം പറയുകയാണെങ്കിൽ ഹിരണ്യകശിപുവിനെ വധിച്ച രൗദ്രഭാവത്തിലായ നരസിംഹമൂർത്തിയെ ശാന്തനാക്കുവാൻ ദേവന്മാർ നരസിംഹമൂർത്തിയുടെ ഭക്തനായ ബാലനായ പ്രഹ്ലാദനെ തന്നെ ചുമതലപ്പെടുത്തുന്നു. പ്രഹ്ലാദന്റെ അകമഴിഞ്ഞ പ്രാർത്ഥനയിൽ നരസിംഹമൂർത്തി ശാന്തനാകുന്നു. ഇതേ രീതിയിൽ പഴയിടം നരസിംഹസ്വാമി ക്ഷേത്രത്തിലെ രൗദ്രഭാവത്തിലുള്ള നരസിംഹസ്വാമിയെ ശാന്തനാക്കുവാൻ അഭിമുഖമായി ശ്രീകൃഷ്ണ ക്ഷേത്രം സ്ഥാപിക്കുന്നു. ഇതാണ് പുതിയയിടം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. ആനേടി പ്രദേശത്തുണ്ടായിരുന്ന 2 ബ്രാഹ്മണ കുടുംബങ്ങൾ. കാലക്രമേണ ആ കുടുംബങ്ങൾ തമ്മിൽ വലിയ തോതിലുള്ള തർക്കങ്ങൾ ഉടലെടുക്കുകയും തുടർന്ന് ആറമ്പി പോറ്റിമാർ നാട്ടുകാരായ ചില പ്രമാണിമാരുടെ നേതൃത്വത്തിൽ ഒരു വ്യാജ പ്രമാണം തീർത്ത് ആനേടി ക്ഷേത്രം അഗോർമനയ്ക്ക് കൈമാറുന്നു. അഗോർമനയിൽ നിന്നും വിചാരിപ്പുകാർ ക്ഷേത്രഭരണം ഏറ്റെടുക്കുവാൻ വരുന്ന സമയത്ത് മാത്രമാണ് നേതൃശ്ശേരി ഭട്ടതിരി കാര്യമറിയുന്നത്. തുടർന്ന് നേതൃശ്ശേരി ഭട്ടതിരിപ്പാട് അതിനെതിരായി നിയമ നടപടിക്ക് പുറപ്പെട്ടുവെങ്കിലും അതിനിടയ്ക്ക് അദ്ദേഹം മരണപ്പെടുകയായിരുന്നു. അതേ തുടർന്ന് നേതൃശ്ശേരി മഠക്കാർ ആനയേടി വിട്ടുപോകുന്നു.
അഘോർമനക്കാരുടെ നിയന്ത്രണത്തിലായ ക്ഷേത്രം കാലക്രമേണ ക്ഷയിച്ചു പോരുന്നു. നിത്യവൃത്തിക്ക് പോലും വകയില്ലാത്തതായി പോകുന്നു. ഒരു കാലത്ത് ആനയും മറ്റുമുണ്ടായിരുന്ന ക്ഷേത്രത്തിൻ്റെ അവസ്ഥ പരിതാപകരമായപ്പോൾ നാട്ടുകാർ അഘോർമനയെ സമീപിക്കുകയും തുടർന്ന് 1970 കാലഘട്ടത്തിൽ അഘോർമനക്കാർ നാട്ടുകാരുടെ നേതൃത്വത്തിലെ ഹിന്ദുമത വിശ്വാസികളായ കരക്കാർക്ക് ക്ഷേത്രം എഴുതി നൽകാമെന്ന് സമ്മതിക്കുകയും ചെയ്തു. തുടർന്ന് 1973 കരക്കാർ ആയ ഹിന്ദുമത വിശ്വാസികൾക്കായി അഘോർമന ക്ഷേത്രം എഴുതി കൊടുക്കുന്നു. തുടർന്ന് ഹിന്ദുമതത്തിലെ വിശ്വാസികളടങ്ങുന്ന ക്ഷേത്രഭരണം. ഇവരെ വിവിധ കരകളിൽ നിന്നും നാട്ടുകാർ തിരഞ്ഞെടുക്കുന്നു. ഇതിൽ 2 പട്ടികജാതിക്കാർ ഉൾപ്പെടുന്നു. 1979 വയ്യാങ്കര രാഘവക്കുറുപ്പിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയാണ് ആനയടിയുടെ പ്രദേശത്തെ എല്ലാ ഹിന്ദു മതവിശ്വാസികളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടവരാൽ ക്ഷേത്രഭരണം എന്ന രീതിയിലെ ബൈലോ പാസാക്കുന്നത്. ആനയടി പഴയടം ശ്രീ നരസിംഹ ക്ഷേത്രം അഘോർമനകളിൽ നിന്നും കരക്കാർക്ക് വിട്ടുകൊടുത്തതിന് ശേഷം ഈ കരയിലെ ഹിന്ദുക്കളെല്ലാം ഹിന്ദുമതക്കാരെല്ലാം കൂടി ചേർന്നിട്ട് ഒരു ഭരണഘടന ഉണ്ടാക്കുകയും ആനയടി കരയെ 5 വാർഡായിട്ട് തിരിച്ച് ഓരോ വാർഡിൽ നിന്നും 3 പ്രതിനിധികളെ വീതം 15-അംഗ ഭരണസമിതിയാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഭരണം നിർവഹിക്കുന്നത്. ഈ 15-അംഗ ഭരണസമിതിയിൽ 2 പട്ടികജാതിക്കാർ നിർബന്ധമാണ്. 15-അംഗ ഭരണസമിതിയിൽ നിന്ന് പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർ, ജനറൽ സെക്രട്ടറി, വൈസ് പ്രസിഡന്റ്, അതിനുശേഷം എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണുള്ളത്. അങ്ങനെ പിന്നീട് തിരഞ്ഞെടുപ്പ് നടക്കുകയും ആ ഭരണസമിതി 5 വർഷം പൂർണ്ണമായിട്ട് നിൽക്കുകയും ചെയ്യുന്നു. കാലാകാലങ്ങളിൽ യഥാവി തിരഞ്ഞെടുപ്പ് നടക്കുന്നു. കൊടിമരത്തിൻ്റെ ഐതിഹ്യം. 100 ആന അണിനിരക്കുമ്പോൾ ടിപ്പുവിൻ്റെ പടയോട്ട സമയത്ത് പുഞ്ചപ്പാടത്തിൽ താഴ്ത്തി എന്ന് പറയുന്ന കൊടിമരം ഉയർന്നു പൊങ്ങുമെന്ന് പഴമക്കാർ പറയുന്നു. അന്നത്തെ പഴയ കാലഘട്ടത്തിൻ്റെ സമ്പന്നതയുടെ ശേഷിപ്പുകൾ ഇവിടെ ഇന്നും കാണാൻ കഴിയും. ആ കാലത്ത് ആനയുണ്ടായിരുന്ന ക്ഷേത്രം അപൂർവത്തിൽ അപൂർവമായിരുന്നു. ഇവിടെ അക്കാലത്ത് ആനയെ തളയ്ക്കാൻ ഉപയോഗിച്ചിരുന്ന ചങ്ങല ഉൾപ്പെടെ കാണാൻ കഴിയും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തർക്കത്തെ തുടർന്ന് നിത്യചെലവിന് പോലും പണം കണ്ടെത്താൻ കഴിയാതിരുന്ന ക്ഷേത്രം പിന്നീട് നാട്ടുകാരുടെ ഇടപെടലിനെ തുടർന്ന് കാലക്രമേണ പഴയ പ്രതാപം വീണ്ടെടുക്കുകയുണ്ടായി. 100 ആനകളെ പുഞ്ചപ്പാടത്തിൽ അണിനിരത്തുവാൻ കഴിയുന്ന രീതിയിലെത്തുമ്പോൾ സ്വാഭാവികമായും സ്വർണ്ണക്കൊടിമരം എന്ന രീതിയിലേക്ക് ക്ഷേത്രത്തിന് ചെന്നെത്താൻ കഴിയുമെന്നാണ് ഇതിനെക്കുറിച്ച് പുതുതലമുറയുടെ അഭിപ്രായം. അതായിരിക്കും അന്ന് പ്രശ്നത്തിൽ കണ്ടു എന്ന് പറയുന്ന കൊടിമര സംസാരം. സ്വർണ്ണക്കൊടിമരം ഉണ്ടായിരുന്നു എന്നും ഒരു പ്രശ്നവശാൽ ഇവിടെ തെളിയുകയുണ്ടായി. അത് 101 ആനയെ എഴുന്നള്ളിക്കുന്ന സമയത്തിങ്കൽ കിഴക്കുവശത്ത് മാറി ഒരു ചാല് പുഞ്ചയുണ്ട്, അവിടെ എവിടെയോ കാണും, അത് പൊങ്ങി വരുമെന്നൊക്കെ അന്ന് പ്രശ്നത്തിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എങ്കിലും അതിനകത്ത് നമുക്കൊരല്പം സത്യം കാണാതെ പറ്റില്ല. അവിടെ ധ്വജത്തിൻ്റെ ചുറ്റുപാടും ഇരിക്കുന്ന അഷ്ടദിക്പാലകന്മാരെ പലതും കഷ്ണങ്ങളായിട്ടും മുറിഞ്ഞും ഒടിഞ്ഞുമൊക്കെ എനിക്ക് തന്നെ ലഭിച്ചിട്ടുണ്ട്. അത് ഈ ക്ഷേത്രത്തിൽ സൂക്ഷിച്ചിട്ടുമുണ്ട് ഇന്ന്. അപ്പം അത് കൊടിമരം ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവ് തന്നെയാണ്. എന്തായാലും ഒരു പ്രദേശത്തെ ജനങ്ങൾ, പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിലെ ജനങ്ങൾ ജാതിമത വ്യത്യാസമില്ലാതെ തങ്ങളുടെ ഉദ്ദിഷ്ട കാര്യത്തിനായി ഇവിടെ നേർച്ച നേരുന്നു. അതിൻ്റെ ഫലപ്രാപ്തിയിൽ 9ാം ഉത്സവത്തിന് ക്ഷേത്രത്തിന് ചുറ്റും ആനയെ എഴുന്നള്ളിക്കുന്നു. തങ്ങളുടെ നേർച്ച സാക്ഷാത്കരിക്കുന്ന ഭക്തർ ഇവിടെ ദേവന് മുന്നിൽ ആനയെ എഴുന്നള്ളിക്കുന്നതിന് ഇപ്പോൾ അഭൂതപൂർവമായിട്ടുള്ള തിരക്കാണ്. തങ്ങളുടെ നേർച്ച സബലീകരണത്തിന് ശേഷം കഴിഞ്ഞ വർഷം, അതായത് 2022 950ഓളം പേർ ആന എഴുന്നള്ളിച്ചു. ഈ വർഷം ഇത് തയ്യാറാക്കുന്ന സമയത്ത് പോലും ഏകദേശം 1000-നടുപ്പിച്ചായിട്ടുണ്ട് ഈ കണക്ക്. തീർച്ചയായും ആനയടി തമ്പുരാനെ അകമഴിഞ്ഞ് വിശ്വസിക്കുന്ന ഒരു വലിയ ജനത ആ വിശ്വാസത്തെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുമ്പോൾ ആ പ്രദേശം ലോകത്ത് തന്നെ ഏറ്റവും വലിയ ആനപ്പൂരത്തിലേക്ക്. ആനയടി ഗ്രാമം സംഗീത ഗ്രാമം ആയിട്ടാണ് നിയമസഭാ രേഖകളിൽ ഉൾപ്പെടെ അറിയപ്പെടുന്നത്. ആനയടിയിലെ ആദ്യകാല സംഗീതജ്ഞനാണ് രാമൻകുട്ടി ഭാഗവതർ.
ഇളങ്കമംഗലം രാജഗോപാലൻ ഭാഗവതർ തുടങ്ങിയവർ ആദ്യകാല സംഗീതജ്ഞരാണ്. സംഗീത നാടക അക്കാദമി ഗുരുശ്രേഷ്ഠ അവാർഡ് നൽകി ആദരിച്ച ആനേടി പങ്കജാക്ഷൻ, അദ്ദേഹത്തിൻ്റെ ശിഷ്യഗണങ്ങൾ ഉൾപ്പെടെയുള്ള കലാകാരന്മാരായ പ്രൊഫസർ വയ്യാങ്കര മധുസൂദനൻ, കേരള സംഗീത നാടക അക്കാദമി അംഗം ആനേടി പ്രസാദ്, ഡോക്ടർ ആനേടി ധനലക്ഷ്മി, ആനേടി സത്യൻ, വയ്യാങ്കര ഉണ്ണികൃഷ്ണൻ, ആനേടി അനിൽകുമാർ, ആനേടി രാജേഷ് ഉൾപ്പെടെ നൂറുകണക്കിന് സംഗീതജ്ഞരെ സംഭാവന ചെയ്ത നാടാണ് ആനേടി. श्रेष्ठनाम नरसिंहमूर्ति आगतारिल निरयुम अഴലൊക്കെ മാറ്റണേ ആനയടിക്കാകെ പെരുമയാം നിന്നാമം ആനയടിക്കാകെ പെരുമയാം നിന്നാമം ആനന്ദ പീയൂഷം ആകുന്നു. സംഗീത ഗ്രാമം കൂടിയായ ആനേടി ക്ഷേത്രം ഉൾപ്പെടുന്ന ആനേടി ഗ്രാമം ക്ഷേത്രകലാ ആർട്സിലും കേന്ദ്ര ഗവൺമെന്റ് അംഗീകാരം നേടിയ പ്രശസ്ത മ്യൂറൽ കലാകാരൻ ആനേടി ഷിബു ഉൾപ്പെടെ വിവിധ മേഖലയിലുള്ളവർ ആനേടി തമ്പുരാന്റെ തിരുമുറ്റത്ത് ജനിച്ചു വളർന്നവരാണ്. ഇന്ന് ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ആനകളെ അണിനിരത്തുന്ന ഉത്സവമായി ഈ ഉത്സവം മാറി. നമ്മുടെ നാട്ടിൽ, ഈ കൊച്ചു കേരളത്തിൽ കരയിലെ ഏറ്റവും വലിയ ജീവിയെ, ആനയെ അണിനിരത്തുന്ന ഉത്സവം, വൺ ഓഫ് ദി ലാർജസ്റ്റ് എലിഫന്റ് പഗൻട്രി ഇൻ ദ വേൾഡ്. അതെ, ലോകത്തിലെ ഏറ്റവും വലിയ ആനപ്പൂരം, ആനേടി ഗജമേള.